എല്ലാ നല്ലവരോ പ്രേക്ഷകർക്കും മറ്റൊരു വീഡിയോയിലേക്ക് ഹാർദവമായ സ്വാഗതം. അപ്പോൾ ഓഹരി വിപണി അടുത്ത ആഴ്ച എന്തായിരിക്കും എന്നതിനെ കുറിച്ചാണ് നമ്മൾ ഈ കൊച്ചു വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഓഹരി വിപണിക്ക് അടുത്ത ആഴ്ച ഒരു നിർണായകമാണെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. കാരണം എന്തെന്ന് വെച്ചാൽ ആഗോളതലത്തിൽ നിന്ന് വരുന്ന ഒരു സൂചനകൾ, പിന്നെ അതുകൂടാതെ ആഭ്യന്തര വിപണിയിലെ നമ്മുടെ സാങ്കേതികമായ നിലകളും. അപ്പൊ ചില കാര്യങ്ങൾ നമുക്ക് അനുകൂലവും ചില കാര്യങ്ങൾ നമുക്ക് പ്രതികൂലവുമാണ് എന്നാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാവുന്നത്. നമുക്ക് രണ്ടു വശങ്ങളെ കുറിച്ചും പരിശോധിക്കാം. അപ്പൊ അടുത്ത ആഴ്ച നിക്ഷേപകര് അതീവ ജാഗ്രത പുലർത്തേണ്ട ഒരു സമയമാണ് എന്ന് നമുക്ക് പറയാം. അതായത് അമേരിക്കൻ പ്രസിഡന്റ്, അതായത് ഫെഡറൽ റിസർവ് ചെയർമാൻ ജെറോം പവലിന്റെ ഏറ്റവും പുതിയ പ്രസംഗം നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും. അപ്പൊ അമേരിക്ക എന്ന് പറയുന്ന ലോകത്തിലെ വലിയൊരു മാർക്കറ്റാണ്. അപ്പൊ അവിടെ നടക്കുന്ന മാർക്കറ്റിൽ നടക്കുന്ന ഇമ്പാക്റ്റുകൾ, അല്ലെങ്കിൽ അവിടെ നടക്കുന്ന സാമ്പത്തികമായിട്ട് അവർ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ലോക മാർക്കറ്റിനെ ബാധിക്കും. അതങ്ങനെയാണ്. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അത് അമേരിക്ക ഒരു ഭീമനായതുകൊണ്ട് അങ്ങനെ സംഭവിക്കും. നമ്മൾ കണ്ടിട്ടില്ല, കടലിൽ വലിയ മീനുകൾ കിടന്ന് ചാടിക്കളിക്കുമ്പോൾ തിരകളിൽ ഇളക്കം പറ്റുന്നത് പോലെ ആണ് അത് സംഭവിക്കുന്നത്. അപ്പൊ കഴിഞ്ഞ ദിവസം ജാക്സൺ ഹോളിൽ നടന്ന വാർഷിക, അതായത് ഫെഡറൽ റിസർവിന്റെ വാർഷിക പ്രസംഗത്തിൽ ജെറോം പവൽ നടത്തിയ പ്രസംഗം ഓഹരി വിപണിക്ക് പുതിയൊരു ദിശാബോധം നൽകാൻ സാധ്യതയുണ്ട്. അതായത് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് പറയുന്നത്. അദ്ദേഹം പറയുന്നത്, അതായത് തൊഴിൽ വിപണിയിൽ ദൃശ്യമാകുന്ന ദുർബലത പരിഗണിച്ചുകൊണ്ട് പലിശ നിരക്കുകൾ വെട്ടിക്കുറയ്ക്കാൻ ഫെഡറൽ റിസർവ് തയ്യാറായേക്കും എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പൊ അദ്ദേഹത്തിന്റെ പ്രസംഗം വന്നു കഴിഞ്ഞു, അല്ലെങ്കിൽ അദ്ദേഹം ഇങ്ങനെ സൂചിപ്പിച്ചതോടുകൂടി ആഗോളതലത്തിൽ ഓഹരി വിപണികൾക്ക് ഒരു ഉണർവാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പൊ US വിപണിയായ ഡൗ ജോൺസും S&P 500ഉം നാസ്ഡാക്കും എന്നിവയെല്ലാം പവലിന്റെ പ്രസംഗത്തിന് ശേഷം വളരെയധികം കുതിച്ചു വരുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. പക്ഷെ ഇതിൽ രണ്ടു വശങ്ങളുണ്ട്, അത് നമ്മൾ ശ്രദ്ധിക്കണം. അതായത് പൊതുവെ US ഫെഡ് പലിശ, അവരുടെ പലിശ നിരക്ക് കുറച്ചാൽ അത് വികസ്വര വിപണിയിലേക്ക്, പ്രത്യേകിച്ച് ഇന്ത്യ പോലെ വളരെയധികം വികസിച്ചുകൊണ്ടിരിക്കുന്ന വിപണികൾക്ക് വളരെ ഗുണകരമാണ്. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, അപ്പൊ അവിടെ കുറഞ്ഞ പലിശ കിട്ടുന്നത് കൊണ്ട് അമേരിക്കയിലെ നിക്ഷേപകളിൽ നിന്ന് പിൻവാങ്ങി ഇന്ത്യ പോലുള്ള വളർന്നു വരുന്ന വിപണികളിൽ കൂടുതൽ പണം നിക്ഷേപിക്കാനായിട്ട് വിദേശ ഫണ്ടുകൾ സാധ്യതയുണ്ട്. അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞാൽ അത് ഇന്ത്യ പോലുള്ള വിപണികൾക്ക് വളരെയധികം ഗുണകരവും വളരെയധികം മുന്നേറ്റവും നൽകാനായിട്ട് സാധ്യതയുണ്ട്. പക്ഷെ പവലിന്റെ പ്രസംഗം സൂക്ഷ്മമായി നിരീക്ഷിച്ചാൽ നമുക്ക് മനസ്സിലാകുന്ന കാലം പലിശ നിരക്ക് കുറയ്ക്കാൻ സാധ്യതയുണ്ട്. പക്ഷെ അവിടെ മറ്റൊരു റീസൺ ഉണ്ട്. എന്താണ് റീസൺ? എന്തുകൊണ്ടാണ് പലിശ നിരക്ക് കുറയ്ക്കുന്നത്? അപ്പൊ ചില മുന്നറിയിപ്പുകൾ അതിൽ നമുക്ക് കാണാനായിട്ട്, അതായത് തൊഴിൽ വിപണി ദുർബലമാവുന്നു എന്ന ആശങ്ക വരുന്നുണ്ട്. അതുകൊണ്ടാണ് പലിശ നിരക്ക് കുറയ്ക്കാനുള്ള ഒരു സാധ്യത. അപ്പൊ ഒരു നെഗറ്റീവ് കാര്യം അവിടെ സംഭവിക്കുന്നു. ആ നെഗറ്റീവ് കാര്യത്തിനെ മറികടക്കാനാണ് ഇങ്ങനെ പലിശ നിരക്ക് കുറയ്ക്കുന്നത്. അപ്പൊ അത് എന്താണ് സൂചിപ്പിക്കുന്നത്? അത് അവിടെ ഒരു സാമ്പത്തിക മാന്ദ്യത്തിന്റെ സൂചനയാണ് സൂചിപ്പിക്കുന്നത്. അപ്പൊ ട്രംപിന്റെ ഇപ്പോൾ ഉയർന്ന താരിഫ് നിരക്കുകൾ കാരണം പണപ്പെരുപ്പ് കൂടാനുള്ള സാധ്യതയെക്കുറിച്ചും അദ്ദേഹം മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. അതിനാൽ പലിശ നിരക്ക് കുറയ്ക്കാനുള്ള നീക്കം സാമ്പത്തിക രംഗത്തെ ദുർബലതയുടെ പ്രതിഫലനമാണോ അതോ വളർച്ചയെ പിന്തുണയ്ക്കുന്നതിനുള്ള ഒരു നടപടിയാണോ എന്നതിനെ ആശ്രയിച്ചിരിക്കും ഇനി ആഗോള വിപണികളുടെ മുന്നോട്ടുള്ള പ്രയാണം. ഇനി നമുക്ക് അപ്പൊ എല്ലാവരും ശ്രദ്ധിച്ചോടെ ആലോചിച്ച് മാത്രം ട്രേഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക അടുത്ത ആഴ്ച. ഇനി നമുക്ക് നമ്മുടെ നിഫ്റ്റിയുടെ കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം 25,000-നും 25,200 ലെവലിലും നിഫ്റ്റിക്ക് കയറാനായിട്ട് വളരെയധികം ബുദ്ധിമുട്ടുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പൊ 25,200-ന് മുകളിൽ ഒരു വലിയ ഗ്രീൻ ക്യാൻഡിൽ ക്ലോസ് ചെയ്താൽ മാത്രമേ നമുക്ക് ഇനി മുകളിലേക്ക് ഈസി ആയ ഒരു പ്രയാണം, അല്ലെങ്കിൽ മുകളിലേക്ക് നിഫ്റ്റി കുതിക്കാനുള്ള സാധ്യത നമുക്ക് ടെക്നിക്കൽ ലെവൽ വെച്ച് കാണാനായിട്ട് സാധിക്കുന്നുള്ളൂ. അപ്പൊ ആ 25,200 മുകളിൽ നിഫ്റ്റി ക്ലോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഏകദേശം 25,500 വരെ ഇമ്മീഡിയറ്റ് ആയിട്ട് കടക്കാനും സാധ്യത നമുക്ക് കാണാനായിട്ട് സാധിക്കും. നമ്മൾ ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റയിൽ പോയി കഴിഞ്ഞാൽ ഏകദേശം 25,000 വീക്കിലി നോക്കിയാലും മന്ത്ലി നോക്കിയാലും വളരെ കൂടിയ ഒരു ഓപ്പൺ ഇൻട്രസ്റ്റ് റേറ്റ് ചെയ്തിട്ടിരിക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പൊ അത് നമുക്ക് അർത്ഥമാക്കുന്നത് 25,000-ന് മുകളിലേക്ക് നിഫ്റ്റിക്ക് കയറാൻ പറ്റില്ല എന്നല്ല, പക്ഷെ അവിടെ ഒരു പ്രതിരോധം ഉണ്ടെന്നുള്ളതാണ്. അപ്പൊ അത് കടന്നു കഴിഞ്ഞാൽ മാത്രമേ ഇനി നിഫ്റ്റിയിലേക്ക് മുന്നോട്ടുള്ള പ്രയാണം
നമ്മൾ നോക്കേണ്ടതായിട്ടുള്ളൂ. അതുകൂടാതെ താഴോട്ടുള്ള നമ്മൾ ലെവലുകൾ നോക്കി കഴിഞ്ഞാൽ 24,800ഉം 24,850 ഒരു നിർണായകമാണ്. അപ്പൊ 24,800 താഴെ എങ്ങാനും നിഫ്റ്റി ക്ലോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊരു 50-ഡേ എക്സ്പൊണൻഷ്യൽ മൂവിങ് ആവറേജിന്റെ താഴെ ആയിരിക്കും വരുന്നത്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അത് ഷോർട്ട് ടൈമിലേക്ക് ഒരു ടെക്നിക്കൽ അനാലിസിസ് വെച്ച് നോക്കുമ്പോൾ ഒരു ബെയറിഷ് മൂവിലേക്കാണ് കാണാൻ സാധിക്കും. അപ്പൊ ഈ രണ്ട് ലെവലുകൾ നമ്മൾ ഒരു ട്രേഡർ ശ്രദ്ധിക്കുക. ട്രേഡറാണ് പറയുന്നത്, ട്രേഡേഴ്സ് ശ്രദ്ധിക്കുക. അപ്പൊ ഈ രണ്ട് ലെവലിലും മുകളിലേക്കോ താഴേക്കോ ആണെങ്കിൽ നമ്മുടെ പൊസിഷൻ നമുക്ക് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ വിദേശ നിക്ഷേപകര് അത് കുറച്ച് മാസങ്ങളായിട്ട് അവര് ഇന്ത്യൻ വിപണിയിൽ നിന്ന് തുടർച്ചയായി പണം പിൻവലിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഡോളർ ശക്തിപ്പെടുന്നതും US ബോണ്ട് ഈൽഡ് വർദ്ധിച്ചതുമാണ് ഇതിൽ പ്രധാനമായിട്ടുള്ള ഒരു കാരണം. അപ്പൊ പവലിന്റെ ഈ പ്രസംഗത്തിന് ശേഷം പലിശ നിരക്ക് കുറയ്ക്കാൻ സാധ്യതയുണ്ടെന്ന ധാരണ വന്നാൽ FIS വീണ്ടും ഇന്ത്യൻ വിപണിയിൽ സജീവമായിട്ട് ബയേഴ്സായിട്ട് മാറാനായിട്ട് സാധ്യത ഉണ്ട്. അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞാൽ അത് നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിനും ഗുണകരമാകും. മറ്റേ നമ്മ സെക്ടർ റൊട്ടേഷൻ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഓഹരി വിപണിയിൽ എല്ലാ സെക്ടേഴ്സും ഒരേ സമയം മുന്നേറാനായിട്ട് സാധ്യത കുറവാണ്. നമ്മൾ നോക്കിയാൽ അറിയാം, IT സെക്ടർ മുന്നേറുന്ന സമയത്ത് ചില ബാങ്കിങ് സെക്ടർ താഴേക്കായിരിക്കും. അപ്പോൾ ഓട്ടോമൊബൈൽ സെക്ടർ മുന്നേറുന്ന സമയത്ത് ചിലപ്പോൾ FMCG സെക്ടർ താഴേക്കായിരിക്കും. അപ്പോൾ അത് ഓരോ സെക്ടറും നമ്മൾ വാച്ച് ചെയ്തുകൊണ്ടിരിക്കും, ഏത് സെക്ടറിലാണ് മുന്നേറ്റ സാധ്യത ഉള്ളത് എന്നുള്ളതിനെ കുറിച്ച്. അപ്പൊ അടുത്ത ആഴ്ച നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം ഓട്ടോമൊബൈൽ, റിയൽ എസ്റ്റേറ്റ്, ഇൻഫ്രാസ്ട്രക്ചർ തുടങ്ങിയ സെക്ടറുകളിൽ ഒന്ന് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് നല്ലതാണ്. അതുകൂടാതെ അടുത്ത ആഴ്ച വരാനുള്ള പ്രധാനമായിട്ടുള്ള ഒരു ന്യൂസ് എന്ന് പറഞ്ഞത് ഉൽപാദന സേവന മേഖലയിൽ, അതായത് പർച്ചേസ് മാനേജിംഗ് ഇൻഡെക്സ്, അതിന്റെ ഡാറ്റ വരാനുണ്ട്. അപ്പൊ അതും വിപണിയെ ചിലപ്പോൾ സ്വാധീനിച്ചേക്കാം. അപ്പൊ അടുത്ത ആഴ്ച രണ്ട് സൈഡിലേക്കും വിപണി നീങ്ങാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ ട്രേഡേഴ്സ് വളരെയധികം ശ്രദ്ധിച്ച് മാത്രമേ ട്രേഡ് ചെയ്യാൻ പാടുള്ളൂ. കൃത്യമായ സ്റ്റോപ്പ് ലോസ് പോയിന്റ് പരിഗണിക്കുക. ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ സ്റ്റോക്ക് റെക്കമെൻഡേഷനോ അല്ലെങ്കിൽ ഇൻഡെക്സ് ഓപ്ഷൻ ട്രേഡ് ചെയ്യാനുള്ള റെക്കമെൻഡേഷൻ ആയിട്ട് ഒരിക്കലും കണക്കാക്കരുത്. ഇതൊരു എഡ്യൂക്കേഷണൽ വീഡിയോ ആയിട്ട് മാത്രം കാണുക. വിവിധ ഡാറ്റകളിൽ നിന്ന് അല്ലെങ്കിൽ വിവിധ സോഴ്സുകളിൽ നിന്ന് ഞാൻ ശേഖരിച്ച ഡാറ്റകൾ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചതാണ് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.